അമ്മയും കാമുകനും ചേർന്ന് അച്ഛനെ കൊലപ്പെടുത്തിയതിൽ സാക്ഷിയായി 9 വയസ്സുകാരനായ മകൻ. കുട്ടിയുടെ നിർണായക മൊഴിയിൽ അമ്മയെയും കൂട്ടാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ അൽവാറിൽ ഗേർലി എന്ന പ്രദേശത്തായിരുന്നു സംഭവം. മാൻസിംഗ് ജാദവ് എന്നു പേരുള്ള വീരു ആണ് കൊല്ലപ്പെട്ടത്. മാൻസിംഗിന്റെ ഭാര്യ അനിത, കാമുകനായ കാശിറാം പ്രജാപത്, സഹായി ബ്രിജേഷ് ജാദവ് എന്നീ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 7-നായിരുന്നു മാൻസിംഗ് ജാദവിനെ അനിതയും കാശിറാമും ചേർന്ന് വാടക കൊലയാളികളെ സഹായത്തോടെ വീട്ടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മാൻസിംഗിന്റെ അന്ത്യമെന്നാണ് അനിത ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞത്. 9 വയസ്സുകാരനായ മകന്റെ നിർണായക മൊഴിയായിരുന്നു കേസിന്റെ ചുരുളഴിയിച്ചത്. 9 വയസ്സുകാരനായ മകന്റെ നിർണായക മൊഴിയാണ് കേസിന്റെ ചുരുളഴിയിച്ചത്. കുട്ടിയുടെ മൊഴിപ്രകാരം സംഭവ ദിവസം രാത്രിയിൽ വീടിന്റെ പ്രധാന ഗേറ്റ് അനിത മനഃപൂർവ്വം തുറന്നിട്ടിരിക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടെ കാശി അങ്കിൾ മറ്റു 4 പേരോടൊപ്പം വീട്ടിൽ വന്നു. മാൻസിംഗ് ഉറങ്ങിയിരുന്ന കിടക്കയ്ക്ക് സമീപം 6 പേരും എത്തി. ഇതിനുശേഷം മാൻസിംഗിനെ തലയണ കൊണ്ട് മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സമീപത്ത് താൻ ഉറക്കം നടിച്ച് കിടക്കുമായിരുന്നെങ്കിലും എല്ലാം കാണുന്നുണ്ടായിരുന്നെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. ഉറക്കത്തിലേക്ക് വീണ ഉടനെയാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. കണ്ണു തുറന്നപ്പോൾ എൻ്റെ അമ്മ ഗേറ്റ് തുറക്കുന്നത് കണ്ടു. കാശി അങ്കിൾ പുറത്തു നിൽക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 4 പേർ കൂടെയുണ്ടായിരുന്നു. പേടിച്ചു പോയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല. നിശബ്ദനായി കിടന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവർ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ അമ്മ കട്ടിലിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ആ ആളുകൾ അച്ഛനെ അടിക്കുകയും കാലുകൾ വളച്ചൊടുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. കാശി അങ്കിൾ ഒരു തലയണ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് കൈ നീട്ടിയപ്പോൾ കാശി അങ്കിൾ എന്നെ മടിയിലെടുത്ത് ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പേടി കാരണം ഞാൻ മിണ്ടിയില്ല. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അച്ഛൻ മരിച്ചു. പിന്നെ എല്ലാവരും പോയി, കുട്ടി പറഞ്ഞു. പോലീസ് പറയുന്നതിനനുസരിച്ച് അടുപ്പത്തിലായിരുന്ന അനിതയും കാശിറാമും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് മാൻസിംഗിനെ കൊലപ്പെടുത്തിയത്. ഗേർലിയിൽ അനിത ചെറിയൊരു ജനറൽ സ്റ്റോർ നടത്തിയിരുന്നു. പലഹാര വിൽപ്പനക്കാരനായ കാശിറാം പതിവായി ഇവിടെ എത്താറുമുണ്ടായിരുന്നു. ഇരുവരും പിന്നീട് അടുപ്പത്തിലാകുകയായിരുന്നു. ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി മാൻസിംഗിനെ കൊല്ലാൻ തീരുമാനിച്ചത്. ഇതിനായി 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് 4 വാടക കൊലയാളികളെയും ഏർപ്പെടുത്തി. ജൂൺ 7-ന് രാത്രി കാശിറാമും വാടക കൊലകളും വീട്ടിലെത്തിയപ്പോൾ അനിത പിൻവാതിൽ തുറന്നുകൊടുത്തു. ഉറക്കത്തിലായിരുന്ന മാൻസിംഗിനെ കൊലപ്പെടുത്തുകയും പിറ്റേന്ന് രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തു. ഭർത്താവ് പെട്ടെന്ന് അസുഖബാധിതനായെന്നാണ് അനിത ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ ശരീരത്തിലെ പാടുകളും ഒടിഞ്ഞ പല്ലും കണ്ട് സംശയം തോന്നിയ ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. മാൻസിംഗിന്റെ സഹോദരൻ ഗബ്ബർ ജാദവിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ 100-ലധികം CCTVകൾ പരിശോധിക്കുകയും ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. വാടക കൊലയാളികളിൽ 3 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. ഇവർക്കായി തിരച്ചിൽ നടത്തുകയാണ്.